ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ബാക്കി വന്ന റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഒരു കപ്പ് റൈസിന് 2 മുട്ട കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് വേണമെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാമേ. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഈ പച്ചമുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മുട്ട നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിലും 1-2 കൂടുതൽ ആഡ് ചെയ്യാമേ. അപ്പോൾ മുട്ട ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു കപ്പ് റൈസിന് ഇതെല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് വച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാമേ. അപ്പം ഞാൻ അവിടെ ഒരു സ്പൂൺ വച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തവി കൊണ്ട് തന്നെ നമ്മളൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ. പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെസിപ്പി റെഡിയാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചൂടോടുകൂടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ചോറ് വെച്ചുകൊണ്ട് തന്നെ 2 മുട്ടയും കൂടെ ചേർത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി തന്നെ തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ഇത് കഴിക്കുന്ന കുട്ടികളെ എന്തായാലും ചോറ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് എന്തായാലും അവർ അറിയില്ല കേട്ടോ. അത്തരത്തിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത്യാവശ്യം കണ്ടാൽ ഒരു മാഗി കൊണ്ട് തയ്യാറാക്കിയ ഒരു റെസിപ്പിയുടെ ലുക്കൊക്കെ ഉണ്ടല്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികളൊക്കെ എന്തായാലും ഇതങ്ങ് കഴിച്ചോളും. അപ്പോൾ അവർക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തന്നെ നമുക്കങ്ങ് തയ്യാറാക്കി എടുക്കാമേ. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം തയ്യാറാക്കിയ എണ്ണയിൽ തന്നെ ബാക്കി മാവും കൂടെ ഒഴിച്ച് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഇത് തയ്യാറാക്കുമ്പോൾ തന്നെ ആ മുട്ടയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒരു മണം ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ മാഗിയാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആ മാഗിയുടെ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സിമ്പിൾ ആയിട്ട് കഴിച്ചോളും കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി കൊടുത്തു നോക്കണം. പിന്നെ അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്ക് ചോറൊന്നും നമ്മൾ അതൊന്ന് മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് നമ്മൾ ഇതാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പരത്തി കുഴച്ചെടുക്കുക. നമ്മളിതാ ഇതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മുൻപോട്ടുള്ള റെസിപ്പീസ് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കുകയും ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.